വരരുചി പറഞ്ഞു, നമുക്കിനി ഇവിടെ താമസിക്കണ്ട, നമുക്കൊരു ദേശസഞ്ചാരത്തിന് പോവാം എന്ന് പറഞ്ഞിട്ട് അവർ സാധനങ്ങളൊക്കെ ഭാണ്ഡമാക്കി കെട്ടിയെടുത്ത് ദേശസഞ്ചാരത്തിനായിട്ട് ഇറങ്ങി. പല പല ദേശങ്ങളിൽ പല പല ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അവർ കേരളക്കരയിലെത്തിയ. അങ്ങനെ കേരളക്കരയിലൂടെ നടക്കുമ്പോഴാണ് വരരുചിയുടെ ഭാര്യ ഗർഭിണിയാവുന്നത്. മാസം തികഞ്ഞു, പ്രസവേന തുടങ്ങി. അപ്പോൾ അവരൊരു വനപ്രദേശത്താണ്. അപ്പോൾ വരരുചി പറഞ്ഞു, ഇതാ കാണുന്നില്ല ഒരു പൊന്തക്കാട്, അങ്ങോട്ട് മാറി പ്രസവിച്ചോളൂ എന്ന് പറഞ്ഞു. ഇവർ പതിവ്രതാരത്നമാണ്, അതുകൊണ്ട് ഒരക്ഷരം മറുത്ത് പറയാതെ വേഗം അനുസരിച്ച് പൊന്തക്കാടിന് പിന്നിലേക്ക് പോയി. കുറച്ച് കഴിയുമ്പോൾ വരരുചി വിളിച്ചു ചോദിച്ചു, പ്രസവം കഴിഞ്ഞോ? പൂവ് എന്ന് പറഞ്ഞു. ഇവർ എന്താണ് കുഞ്ഞ് എന്ന് ചോദിച്ചു. ആൺകുട്ടിയാണ് പറഞ്ഞു. അപ്പോൾ വരരുചി ചോദിച്ചു, വായുണ്ടോ കുഞ്ഞിന് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു വായുണ്ട്. അപ്പോൾ വരരുചിയുടെ മറുപടിയാണ്, വായ കീറിയ ദൈവം ഇരയും നൽകിക്കൊള്ളും, അതുകൊണ്ട് കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചും വെച്ച് നീ എൻ്റെ കൂടെ പോന്നോളൂ എന്ന് പറയും. അപ്പോൾ ഇവർ ഒരക്ഷരം മറുത്ത് പറയാതെ കുഞ്ഞിനെ ആ പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഇവർ യാത്ര തുടരുകയാണ്. അങ്ങനെ രണ്ടാമതും ഗർഭിണിയായി. ഇതേപോലെ തന്നെ ഒരു പൊന്തക്കാട്ടിൻ്റെ മറവിൽ പ്രസവിച്ചു. വരരുചി പറഞ്ഞത് പ്രകാരം കുഞ്ഞിന് വായുണ്ട്, അതുകൊണ്ട് അവിടെ ഉപേക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിച്ചിട്ട് ഇവർ ഭർത്താവിൻ്റെ ഒപ്പം യാത്ര തുടർന്നു. അതും ആൺകുട്ടിയായിരുന്നു. അങ്ങനെ പിന്നെ അവർ ബഹുദൂരം സഞ്ചരിച്ച് 11 തവണ പ്രസവിച്ചു. ഒരു പെൺകുട്ടിയും ബാക്കിയൊക്കെ ആൺകുട്ടികളും. ഈ 11 കുട്ടികളെയും വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് വീണ്ടും യാത്ര തുറന്നപ്പോൾ അവരുടെ അമ്മ മനസ്സിൽ ഒരു തേങ്ങലുണ്ടായി. 11 കുട്ടികളെ ഞാൻ പ്രസവിച്ചിട്ട് ഒരെണ്ണത്തിനെ പോലും എനിക്കൊന്ന് വാത്സല്യപൂർവ്വം ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വ്യസനം ആ സ്ത്രീയെ വല്ലാതെ വിഷമിപ്പിച്ചു. അപ്പോൾ വീണ്ടും ഗർഭിണിയായപ്പോൾ അവർ നിശ്ചയിച്ചു, ഇത്തവണ എന്തായാലും കുഞ്ഞിനെ എനിക്ക് വേണം എന്ന് തന്നെ നിശ്ചയിച്ചു. പ്രസവേന തുടങ്ങിയപ്പോൾ പതിവ് പോലെ വരരുചി പറഞ്ഞു, മാറി ഇരുന്ന് പ്രസവിക്കൂ എന്ന് പറഞ്ഞു. അവർ ഒരു മറവിലേക്ക് നീങ്ങിയിരുന്ന് പ്രസവിച്ചു. അത് ആൺകുഞ്ഞ് തന്നെയാണ്. അപ്പോൾ വരരുചി വിളിച്ചു ചോദിച്ചു, കുഞ്ഞിന് വായുണ്ടോ എന്ന് ചോദിച്ചു. ഇവർ പറഞ്ഞു ഇല്ല. അപ്പോൾ വരരുചി പറഞ്ഞു, എങ്കിൽ കുഞ്ഞിനെ കയ്യിലെടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് മാറോട് ചേർത്തുകൊണ്ട് വരരുചിക്കൊപ്പം ഇങ്ങനെ നടക്കുകയാണ്. പെട്ടെന്ന് കുറച്ച് അവരങ്ങോട്ട് പോയപ്പോഴേക്കും കുഞ്ഞിൻ്റെ വായ അടഞ്ഞു പോയി. കുഞ്ഞിന് വായില്ലാതായി. അതോടെ ആ സാധ്യ വല്ലാത്ത ധർമ്മസങ്കടത്തിലായി, കരഞ്ഞുപോയി. ഭർത്താവിനോട് ഉണ്ടായ സത്യമൊക്കെ പറഞ്ഞു. വരരുചി പറഞ്ഞു, ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, ഇങ്ങ് തരൂ കുഞ്ഞിനെ എന്നും പറഞ്ഞ് കുഞ്ഞിനെ വാങ്ങിയിട്ട് നേരെ അടുത്തൊരു കുന്ന് കണ്ടു. ആ കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഈ കുഞ്ഞിനെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു. ആ പ്രതിഷ്ഠയാണ് വായില്ലാ കുന്നിലപ്പൻ എന്ന പേരിൽ പ്രസിദ്ധി നേടിയത്. ഇന്നും ഉണ്ട് വായില്ലാ കുന്നിലപ്പൻ്റെ ക്ഷേത്രം.